നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിന് തൽക്കാലത്തേക്ക് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. യൂറോപ്പിൽ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. പതിവ് പോലെ വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട്, അതായത് ലീഗ് എ, ലീഗ് ബി, ലീഗ് സി, ലീഗ് ഡി, ഇങ്ങനെ 4 ലീഗുകളാക്കി തിരിച്ചുകൊണ്ട് തന്നെയാണ് യുവേഫ നേഷൻസ് ലീഗ് നടക്കുന്നത്. അപ്പോൾ ലീഗ് എയിലെ വിന്നേഴ്സാണ് പിന്നെ നമ്മൾ നേഷൻസ് ലീഗ് വിന്നേഴ്സ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ലീഗ് എയിൽ 4 ഗ്രൂപ്പുകളാക്കി ടീമുകൾ തിരിച്ചിട്ടുണ്ട്. നമ്മളതന്ന് ആദ്യം പരിശോധിച്ച് നോക്കാം. ലീഗ് 1-ൽ, അതായത് ലീഗ് എയിലെ ഗ്രൂപ്പ് 1-ൽ ക്രൊയേഷ്യ, അതുപോലെ പോളണ്ട്, പോർച്ചുഗൽ, സ്കോട്ട്ലൻഡ് ടീമുകളാണുള്ളത്. ഗ്രൂപ്പ് 1-ൽ ക്രൊയേഷ്യ, പോളണ്ട്, പോർച്ചുഗൽ, സ്കോട്ട്ലൻഡ് ടീമുകൾ. ലീഗ് എയുടെ ഗ്രൂപ്പ് 2-ൽ ബെൽജിയം, ഫ്രാൻസ്, ഇസ്രയേൽ, ഇറ്റലി ടീമുകളാണുള്ളത്. ലീഗ് എയുടെ ഗ്രൂപ്പ് 3-ൽ നോക്കുക, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ജർമ്മനി, ഹംഗറി, നെതർലൻഡ്സ്. ലീഗ് എയുടെ ഗ്രൂപ്പ് 4 ഡെൻമാർക്ക്, സെർബിയ, സ്പെയിന്, സ്വിറ്റ്സർലൻഡ്. ചുരുക്കത്തിൽ എല്ലാ ഗ്രൂപ്പുകളും കട്ടയാണ്. കിടിലൻ പോരാട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി വേണമെങ്കിൽ ലീഗ് ബി ഒന്ന് നോക്കാം. ലീഗ് ബിയിൽ ഗ്രൂപ്പ് 1-ൽ അൽബേനിയ, സെച്ചിയ, ജോർജിയ, യുക്രൈൻ ടീമുകളാണെങ്കിൽ ഗ്രൂപ്പ് 2-ൽ ഇംഗ്ലണ്ട്, ഫിൻലാൻഡ്, ഗ്രീസ്, അയർലൻഡ് ടീമുകളാണ്. ഇംഗ്ലണ്ട് ഇത്തവണ ലീഗ് എയിലല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇംഗ്ലണ്ട് ലീഗ് ബിയിലാണ് പെട്ടിരിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ, പോയ നേഷൻസ് ലീഗിലെ പ്രകടനവും മറ്റുമൊക്കെ നോക്കിയിട്ടാണ്. ഇനി ലീഗ് ബിയുടെ ഗ്രൂപ്പ് 3-ലാണ് ഓസ്ട്രിയ, കസാക്കിസ്ഥാൻ, നോർവേ, സ്ലൊവേനിയ ടീമുകളുള്ളത്. ലീഗ് ബിയുടെ ഗ്രൂപ്പ് 4-ൽ ഐസ്ലൻഡ്, മോണ്ടിനെഗ്രോ, തുർക്കിയ, വെയിൽസ് ടീമുകളുണ്ട്. ഇനി ലീഗ് സിയിലേക്ക് വന്നാൽ ഗ്രൂപ്പ് 1-ൽ അസർബൈജാൻ, എസ്റ്റോണിയ, സ്ലോവാക്യ, സ്വീഡൻ ടീമുകളാണെങ്കിൽ ഗ്രൂപ്പ് 2-ൽ സൈപ്രസ്, കൊസോവോ, ലിത്വാനിയ, റൊമേനിയ ടീമുകളും. ഗ്രൂപ്പ് 3-ൽ ബെലാറസ്, ബൾഗേറിയ, ലക്സംബർഗ്, നോർത്തേൺ അയർലൻഡ് ടീമുകളും. ഗ്രൂപ്പ് 4-ൽ അർമേനിയ, ഫെറോ ഐലൻഡ്സ്, ലാറ്റ്വിയ, നോർത്ത് മാസഡോണിയ ടീമുകളുമാണുള്ളത്. ലീഗ് ഡിയിൽ 2 ഗ്രൂപ്പുകളേ ഉള്ളൂ. ഒന്ന് ജിബ്രാൽറ്റർ, ലിച്ചൻസ്റ്റീൻ, സാൻ മാരിനോ ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 1-ഉം ഗ്രൂപ്പ് 2-ൽ അണ്ടോറ, മാൾട്ട, മോൾഡോവ ടീമുകളുള്ള ഗ്രൂപ്പുമാണ്. ഇനി നമുക്ക് പ്രധാന ടീമുകളുടെ മത്സരങ്ങളൊന്ന് നോക്കാം. പോർച്ചുഗലിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പം ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങളാണ് ഓരോ ടീമുകളും കളിക്കാൻ പോകുന്നത്. അപ്പോൾ യുവേഫ നേഷൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 1-ൽ സെപ്റ്റംബർ 6-ന് ഇന്ത്യൻ സമയം 12:15 AM എന്ന് പറഞ്ഞാൽ ഈ വ്യാഴാഴ്ചയാണ് കളി. വ്യാഴാഴ്ച രാത്രി, വേണമെങ്കിൽ വെള്ളിയാഴ്ച പുലർച്ചെ എന്ന് പറയാം, പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. CR7 അടക്കമുള്ള സൂപ്പർ താരങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് മികച്ച ഒരു സ്ക്വാഡും കൊണ്ട് തന്നെയാണ് റോബർട്ടോ മാർട്ടിനസ് യുവേഫ നേഷൻസ് ലീഗിനെ നേരിടുന്നത്. 2ാം മത്സരം വരുന്നത് സെപ്റ്റംബർ 8-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ 9-ന് 12:15 AM-നാണ് പോർച്ചുഗലും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇതാണ് പോർച്ചുഗലിൻ്റെ മത്സരങ്ങൾ. ഫ്രാൻസിൻ്റെ മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഫ്രാൻസും ഇറ്റലിയും തമ്മിലാണ് സെപ്റ്റംബർ 7-ന് 12:15 ഏറ്റുമുട്ടുന്നത്. അതുപോലെ സെപ്റ്റംബർ 10-ന് 12:15 AM-ന് ഫ്രാൻസ് ബെൽജിയത്തെ നേരിടുന്നു. ഇനി യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിൻ്റെ കാര്യം നോക്കാം. സ്പെയിനിൻ്റെ ആദ്യ മത്സരം സെപ്റ്റംബർ 6-ന് 12:15 AM-ന് സെർബിയക്കെതിരെയാണെങ്കിൽ, 2ാം മത്സരം സെപ്റ്റംബർ 9-ന് 12:15 AM-ന് സ്വിറ്റ്സർലൻഡിനെതിരെയാണ്. ഇനി ഇംഗ്ലണ്ട്, നമ്മൾ പറഞ്ഞല്ലോ, ഇംഗ്ലണ്ട് ഇപ്പം ലീഗ് എയിലല്ല, ലീഗ് ബിയിലാണ്. എന്നാൽ പോലും ഇംഗ്ലണ്ടിൻ്റെ ആരാധകർക്ക് അവരുടെ മത്സരങ്ങളുടെ സമയക്രമങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാകും. അവരുടെ മാച്ച് ഡേ 1-ലെ മത്സരം അയർലൻഡുമായിട്ടാണ്. സെപ്റ്റംബർ 7-ന് രാത്രി ഇന്ത്യൻ സമയം 9:30-നാണ് ആ കളിയെങ്കിൽ, 2ാമത്തെ കളി ഫിൻലൻഡിനെതിരെയാണ്. സെപ്റ്റംബർ 11-ന് 12:15 AM-നാണ് ആ കളി. ഇനി ജർമ്മനിയുടെ കാര്യം. ജർമ്മനിയുടെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ 8-ന് 12:15-നാണ്. ജർമ്മനിയും ഹംഗറിയും തമ്മിലാണ് ആ പോരാട്ടമെങ്കിൽ, സെപ്റ്റംബർ 11-ന് 12:15-ന് ജർമ്മനി നെതർലൻഡ്സുമായിട്ടും ഏറ്റുമുട്ടുന്നു. ചുരുക്കത്തിൽ കിടിലൻ പോരാട്ടങ്ങളാണ് ജർമ്മനിക്ക് മുന്നിലുള്ളത്. എന്തായാലും ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. സൂപ്പർ പോരാട്ടങ്ങൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.